ലൂർദ് മാതാ കെയറിലും അച്ഛനും ടീമംഗങ്ങളും ഒക്കെ കുടുംബം സന്ദർശിക്കാൻ എത്തുന്നു അറിഞ്ഞ് വളരെ ആവേശത്തോടെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കാത്തിരുന്ന പ്രിയപ്പെട്ട ആൻസമ്മയുടെ മകളാണ്. വളരെ പൗരാണികമായിട്ടുള്ള പുളിങ്കുന്ന് സെന്റ് മേരീസ് പള്ളിയോട് ചേർന്നുള്ള ഈ വീട്ടിലെത്തിയപ്പം വളരെ സന്തോഷം തോന്നുകയാണ്. ഈ സന്തോഷത്തിൻ്റെ കാരണം, ഏറ്റവും വലിയ കാരണം, തിരുവനന്തപുരത്ത് RCCയിലെ ചികിത്സയ്ക്ക് വന്ന നമ്മുടെ ലൂർദ് മാതാ കെയർ സെൻറ്ററിൽ മാസങ്ങളോളം താമസിച്ച, ഇന്ന് നല്ല പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൻസമ്മയെ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ആൻസമ്മയുടെ ഭർത്താവാണ് കൊച്ചുമോന്. മകളുടെ പേരെന്താ? റോസ്മരിയാണ്. വീടിനെ കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മയുടെ അസുഖം വന്ന സമയത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമ്മുടെ അസുഖം വന്ന് 10ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞ ജസ്റ്റ് ഇവിടെ ഒരു പ്രശ്നം മേളിൽ എനിക്കൊരു മുഴയായിട്ട് വന്നെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച വലിയ കാര്യമൊന്നുമില്ല, ചിലപ്പം അമ്മയ്ക്ക് ഓപ്പറേഷനൊക്കെ ചെയ്തതിൻ്റെ ആയിരിക്കും. ഈ പ്രഗ്നൻസി സമയത്തൊക്കെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ആണെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളാരും വലിയ കാര്യമാക്കി എടുത്തില്ല. അപ്പം അമ്മ പറയില്ല, അത് ഭയങ്കരമായിട്ട് ഇത് മാറുന്നില്ല. നമുക്ക് ഷിമ്മി ഡോക്ടർ ഇവിടെ ഒരു ആയുർവേദം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആദ്യമേ. അത് കഴിഞ്ഞ് പിന്നെ ചെക്കപ്പ്, അവർ പറഞ്ഞു ചെക്കപ്പ് ഒക്കെ എടുക്കണം. പിന്നെ നമ്മൾ വണ്ടാനത്തൊക്കെ കൊണ്ട് കാണിച്ചു, ചെത്തിപ്പുഴയൊക്കെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്നോട് ആ ഡോക്ടർ ചൂടായി. ഞാൻ ഓർക്കുന്നത് എന്താ ഈ ഡോക്ടർ ചൂടാകുന്നത്? ഇപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, നിന്റെ അമ്മയ്ക്ക് എന്നാ നിനക്കറിയോ, നിനക്ക് തന്നെ ഈ റിപ്പോർട്ട് ഒന്ന് വാങ്ങിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം എനിക്ക് കാര്യം മനസ്സിലാകുന്നില്ല. പിന്നാണ് ഞാൻ ഗൂഗിളിനകത്ത് അടിച്ച് ഈ സാധനം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ കോശത്തിൽ, ശരീരത്തിൽ ക്യാൻസർ സെല്ല് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പിന്നെ അമ്മയുടെ അനിയത്തിയെ ഞാൻ വിളിച്ചു. ആൻറ്റി എന്നെ ഉടനോട് ചൂടായി, ഇത് കണ്ടോ നീ അമ്മയെ നോക്കാണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാതെ എങ്ങനെ ഈ സാധനം വരുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ക്യാൻസറിനെ കുറിച്ച് ഒത്തിരി ഒന്നും അറിയത്തില്ല. എന്നാലും അത്യാവശ്യം അമ്മയ്ക്ക് എന്തോ പ്രശ്നം വന്നു, അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഈ കാര്യത്തെയൊക്കെ വെച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഓരോന്ന് മനസ്സിലായി. അമ്മയ്ക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ വരും, ഹെയർ മുടിയൊക്കെ പോകും എന്നൊക്കെ, ശരീരമൊക്കെ ഒരുപാട് കറുത്തു പോകും എന്നൊക്കെ. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. ആ സമയത്ത് 10ാം ക്ലാസ്സിലെ എക്സാം പോലും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് പറഞ്ഞത് 10ാം ക്ലാസ്സിൽ കുറേ സമയമൊക്കെ അവർ പോകുന്നുണ്ടായിരുന്നു ആശുപത്രിയിലൊക്കെ, RCCയിലൊക്കെ അങ്ങനെ വന്ന് പോകുന്നുണ്ടായിരുന്നു അവർ. പിന്നെ ഫുഡും അവിടെ എല്ലാം അങ്ങനെ. അത് കഴിഞ്ഞ് ഒരു +1 ഒക്കെ ആയപ്പോഴേക്കും അവർ പറഞ്ഞു, ഒരു റിസൾട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, കാരണം ഇവർ പോകുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞാൻ അമ്മയിൽ നിന്ന് മാറി നിന്ന് ഒരു വർഷത്തേക്ക് അങ്ങനെ മാറി നിന്നു. നിങ്ങൾ എത്ര മക്കളാ? ഞാൻ ഒറ്റ മകള്. ഒറ്റ മകളേ ഉള്ളോ? ആണോ? പേടിച്ചു പോയോ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം എന്ന് പറഞ്ഞപ്പം? ചെറിയൊരു ടെൻഷൻ, അമ്മ കൈവിട്ടു പോവോ, അമ്മ ഇനിയും പോവോന്നൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് കൃപ കൊണ്ട് ഒന്നും പറ്റിയില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച ഈശോയോട്, ദൈവത്തിനൊന്നും പറ്റിയില്ല. 1 വർഷത്തോളം അമ്മയെ കാണാതിരുന്നു. അവധി കിട്ടുമ്പോ ഞാൻ കള്ളത്തരമായി ഞാൻ ഇങ്ങോട്ട് വരുന്നു അമ്മയെ കാണാനായിട്ട്. അപ്പോഴൊക്കെ അമ്മയെ കാണാനുള്ള ആഗ്രഹം, അമ്മയും അപ്പനെയും കാണാനുള്ള ആഗ്രഹം. കുറെ നാളായി, 1 വർഷത്തോളം കാണാതിരിക്കുമ്പോൾ ഒരു വിഷമം. കുറെ നാളായി ഈ ഓണത്തിന്റെ അവധിയെ, അതിനൊക്കെ മുമ്പേ ഞാനിങ്ങ് ചാടിപ്പോരും അവിടുന്ന്. ഈ കൊച്ചുമോൻ ഇങ്ങനെ തിരുവനന്തപുരത്തേക്കൊക്കെ വരുമ്പം ഒരു സാധാരണ ഒരു കൊച്ചു കച്ചവടക്കാരൻ മാത്രമായിട്ടുള്ള കൊച്ചുമോൻ ഇങ്ങനെ അവിടെ ലൂർദ് മാതാ കെയറിൽ, അല്ല അവിടെ എത്ര നാൾ താമസിച്ചു? അവിടെ ഒരു വർഷമായിട്ട് ഞങ്ങളുണ്ടല്ലോ അവിടെ ഉണ്ട്. 1 വർഷമായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ട്. ഇടയ്ക്കാണേലും 15 ദിവസം കൂടി കഴിയുമ്പം വന്നും പോയി ആണേലും ഞങ്ങൾ 1 വർഷത്തിന് മേളിൽ അവിടെ താമസിച്ചിട്ടുണ്ട്. ഈ കൊച്ചുമോൻ ഒരു പ്രത്യേകത ഉണ്ട്. കൊച്ചുമോൻ ഈ വരുമ്പോഴെല്ലാം ഇങ്ങനെ മിക്കവാറും ഭാര്യയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഒന്നില്ല ടാക്സി പിടിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. വരുമ്പോൾ ആ വണ്ടിക്കകത്ത് നിറയെ തേങ്ങയും മാങ്ങയും ചക്കയും അല്ലെങ്കിൽ മീനും, ഇവിടുന്ന് ഈ കുട്ടനാടൻ ഭാഗത്തു നിന്ന് എന്തൊക്കെ കിട്ടാവോ അതെല്ലാം വാങ്ങിച്ചുകൊണ്ടേ വരത്തുള്ളൂ. അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ സെൻറ്ററിൽ നമ്മൾ ആരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ വരെ സാധിക്കുന്നത്തോളം നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് രോഗികളെന്ന് പറയുമ്പോഴേക്കും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഒന്നുമേ, കാരണം അവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ബാധ്യത ഉണ്ടാകുന്ന ഒന്നാണ് ചികിത്സാ സമയം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു ചെറിയ കച്ചവടക്കാരനായിട്ടുള്ള കൊച്ചുമോൻ ഒരുപാട് സാധനങ്ങളും എല്ലാം ചുമന്നുണ്ട്.
എന്താ കൊച്ചുമോനെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്താ കൊച്ചുമോനെ? ഞാൻ നോക്കുമായിരുന്നു, നമുക്ക് നമ്മുടെ ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ ഞാൻ അവിടെ വരും, ഞാൻ ചിലപ്പം 15 ദിവസം കൂടുമ്പോഴായിരിക്കും വരുന്നത്, ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴായിരിക്കും വരുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത് അവിടത്തേക്ക് അച്ചാറിടാനാണെങ്കിൽ മാങ്ങയൊക്കെ നമുക്ക് തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടുമല്ലോ. അപ്പോൾ അതവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും രോഗികൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം ചെറിയ സൈസ് മീനാണേലും ഇപ്പം മത്തിക്കൊക്കെ ആ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ വില കുറവുണ്ടായിരുന്നു. ആ വരുന്ന വഴിക്ക് ചെങ്ങന്നൂരിൽ നിന്ന് ഞാൻ അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ കടയിലെ ഒരു മനോജ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ വൈഫിന് ഇതുപോലെ ഇത് വന്നിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ആ മനോജിനോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ നേരെ പിന്നെ RCC പോയാൽ മതി, നിനക്ക് സൗകര്യവും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കി തന്നോളാന്ന് പറഞ്ഞിട്ട് അന്നാണ് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞതും അവർക്ക് അവിടെ സൗകര്യവും കൊടുത്തതും. അതുപോലെ തന്നെ നൂറനാട് ലാലി നൂറിന് പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഞങ്ങൾ RCC വെച്ച് കണ്ടതാണ്. ഞാൻ ഇവളായിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്ത് ഈ പുള്ളിക്കാരത്തിയുടെ അമ്മയായിരുന്നു അല്ലേ, അമ്മയായിട്ട് ഇരിക്കുമ്പം ഇത് പറഞ്ഞു, ഇവിടെ താമസിക്കാൻ വല്ല സൗകര്യമുണ്ടോ, ഫ്രീ ആയിട്ട് താമസിക്കാം, റൂമിലൊക്കെ ഭയങ്കര വാടകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 5 പൈസ പോലും മുടക്കണ്ട, നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്, അവിടുന്ന് വണ്ടിക്ക് നിങ്ങളെ ഇവിടെ കൊണ്ടാക്കാനോ അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാനോ ഒക്കെ സൗകര്യമുണ്ട്, 3 നേരം ഫുഡും എന്ത് വേണേലും നിങ്ങൾക്ക് സൗകര്യമായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്പറും തരാമെന്ന് വെച്ച് ഞാൻ ആ നമ്പർ കൊടുത്തിട്ട് ഞാൻ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു, അച്ഛാ ഇന്ന ആള് ഇതുപോലെ ഞാനിവിടെ വെച്ച് കണ്ടതാണ്, വിളിക്കുവാണെങ്കിൽ ഒരു വേക്കൻസി അവിടെ ഇതുണ്ടെങ്കിൽ സംഭവം റൂം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവിടെ തിരക്കായിരുന്നു. അതിന് ശേഷം പലരും പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, അപ്പോൾ റൂം ഇതെല്ലാം ഫുള്ളാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഞാൻ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ബുക്ക് ചെയ്തിട്ട് അവർക്കത് കിട്ടുകയും ചെയ്തു. അവർ എത്രയോ നാളുകളായിട്ട് അവിടെ കംപ്ലീറ്റ് റേഡിയേഷനും ഹീമോയും എല്ലാം ചെയ്യുമ്പോഴെല്ലാം അവരവിടെ തന്നെ ആയിരുന്നു. അവരൊക്കെ പറഞ്ഞ് ഭയങ്കര കെയറിങ് ആണ്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ആലപ്പുഴ ആസീസ് എന്നോ അങ്ങോട്ടായിരുന്നു ആ പുള്ളി ടീച്ചർ ഉണ്ടായിരുന്നു, ഐസക്ക് ഒരു ടീച്ചർ. അവർക്കൊക്കെ അവരെന്ത് സന്തോഷത്തോടെ എന്നറിയോ, അവരൊക്കെ വളരെ എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ. അതായത് പാതിരാത്രിക്കാണേലും വന്ന് നമുക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ബ്രദറോട് പറയും, എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ഓടിയെത്തും ആ സമയത്ത് വണ്ടി. ഞാൻ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 6 മാസത്തിന് ശേഷമാണ് നമ്മളൊരു റൂമിൽ താമസിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ഒരു പേഷ്യന്റ്, ഓർക്കുന്നുണ്ട് നീ, ആ പേഷ്യന്റ് ഷുഗർ കുറഞ്ഞു പോയിട്ട് ചലിക്കാൻ മേലാതെ കിടക്കുവാണ്, ഷുഗർ കുറഞ്ഞു പോയിട്ട് ഒരു അനക്കവും ഇല്ല. ആ പുള്ളിക്കാരത്തി പെട്ടെന്ന് അവിടെ കിടന്ന് ബഹളം വെച്ച്. പക്ഷെ ഞാൻ പാതിരായിക്കുക 1 മണി 2 മണി അങ്ങോട്ടായി. അപ്പം നമ്മൾ നല്ല ഉറക്കമാണ്. പക്ഷെ പെട്ടെന്ന് ഇവർ വന്ന് ഡോർ, നമ്മൾ തൊട്ടിപ്പുറത്തെ റൂം, ഇവർ പെണ്ണ് ചേട്ടാ ചേച്ചി ഇങ്ങനെ വിളിക്കുന്നത്, കൊട്ടിയേച്ച് ഉടനെ തന്നെ ഇവള് എന്നോട് വിളിച്ചു പറഞ്ഞ്, കൊച്ചപ്പി എഴുന്നേക്കത്തേ അവിടെ വിളിക്കുന്നെന്ന് പറഞ്ഞു. എഴുന്നേക്കുമ്പോൾ അയ്യോ ചേട്ടാ ഒന്ന് നോക്കി, അനക്കമില്ല, എൻ്റെ ചേട്ടൻ അനക്കമില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാം അതിനെ കുറിച്ച്. പുള്ളി ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുക, പക്ഷെ ശ്വാസമുണ്ട്, ഇതുണ്ട്, നെഞ്ചെടുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുക. ഞാൻ ഉടനെ എന്നെ ബ്രദറിനെ വിളിച്ചു. ബ്രദർ എന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എടുക്കത്തില്ല. ഞാൻ ഓടിച്ചെന്ന്, എനിക്കറിയത്തില്ല, ആ റൂം പോലും എനിക്കറിയത്തില്ല, ഞാൻ ഓടിച്ച് 2-3 റൂമിലൊക്കെ മുട്ടി, ബ്രദറെ. അപ്പോൾ അവരെല്ലാവരും എഴുന്നേൽക്കുകയും ചെയ്തു. ആ സമയത്ത് സിസ്റ്ററും വന്നു, ബ്രദറും വന്നു, എല്ലാവരും വന്നു. നോക്കുമ്പോൾ ഷുഗർ കുറഞ്ഞതായിരിക്കുമെന്ന് പറഞ്ഞ് ഉടനെ സിസ്റ്റർ ഉടനെ തന്നെ പഞ്ചസാര കലക്കി വെള്ളം കൊടുക്കാൻ നോക്കി. കുറച്ച് അവിടെ കൊടുക്കുകയും ചെയ്തു. അവിടുന്ന് ഉടനെ എന്നെ സിസ്റ്റർ മനസ്സിലായി ഷുഗർ കുറവാണ്, എത്രയും പെട്ടെന്ന് ജെയ്സനെ വിളിക്കാൻ പറഞ്ഞു. ജെയ്സൺ വന്നു, ആംബുലൻസ് എടുക്കുന്നു. ഞങ്ങൾ അവിടുന്ന് തന്നെ പുള്ളിക്കാരനെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് നേരെ ആംബുലൻസിലേക്ക് കയറ്റി അവിടെ കൊണ്ടുവന്നു. ആ ഡോക്ടർ പറഞ്ഞെന്ന്, ഞങ്ങളവിടെ ഡോക്ടർ പറഞ്ഞറിയോ, നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ആളില്ലായിരുന്നെന്ന്. അത്രയ്ക്ക് കെയർ നമുക്ക് തന്നിരിക്കുന്നത്. അയ്യോ, അത് കൂടുതൽ എന്ത് വേണം. 1 വർഷത്തോളം താമസിച്ചിട്ടുള്ള അവിടുത്തെ ഭക്ഷണക്രമത്തെ കുറിച്ച് എന്നാ പറയാനുള്ളത്? ഒത്തിരി പറയാനുണ്ട്. ഭക്ഷണക്രമം എന്ന് പറയാൻ നമുക്ക് നമ്മുടെ വീട്ടില് ഇത്ര ചിട്ടയായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ നമുക്ക് തോന്നിയ രീതിയിൽ നമ്മൾ കഴിച്ചു. പക്ഷേ ആവശ്യത്തിന് രോഗിക്ക് വേണ്ട ആവശ്യ രീതിയിലുള്ള ഭക്ഷണം അത് കറക്റ്റായിട്ട് കൊടുക്കുന്ന ആ ഒരു കൃത്യസമയം, അതായത് സമയമാണ്, ആ സമയവും കഴിക്കേണ്ടത്, അതായത് അവർക്ക് വേണ്ട സംഭവം അതെന്താണ് അതാണ് കൊടുക്കുന്നത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പം വലിച്ചുവാരി എന്തെങ്കിലുമൊക്കെ ഒരു ഇതുമില്ലാതെ
പക്ഷെ അതൊക്കെ വളരെ കറക്റ്റായിട്ട് അത് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിനകത്ത്. അതുകൊണ്ട് അവൾക്ക് BP ഇല്ലായിരുന്നു, ഷുഗർ കുറവാണ്, ഷുഗർ ഇല്ല, നല്ല ഹൈ ഷുഗർ നിന്ന് അവൾ ഷുഗർ കൺട്രോൾഡായി, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പഠിച്ചു. കാര്യം ഡോക്ടർ വരെ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് ആടുത്തമ്മയുടെ ഷുഗർ കുറഞ്ഞു. നിങ്ങളുടെ ഡോക്ടർ ആരാണ്? ഡോക്ടർ റോണ. ഡോക്ടർ റോണ. ഡോക്ടർ റോണ RCCയിലെ അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ടാണ് ഡോക്ടർ റോണ. ബ്രസ്റ്റ് സംബന്ധമായ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുടെ പ്രത്യേകിച്ച് ചുമതലയുള്ളതും ഡോക്ടർ റോണയാണ്. വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള, RCCയിലെ എല്ലാ ഡോക്ടേഴ്സും വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ് എല്ലാവരും തന്നെ. ഡോക്ടർ റോണയാണ് ആൻസമ്മയെ ചികിത്സിക്കുന്നത്. അമ്മച്ചിയുടെ മകളാണോ മരുമകളാണോ ഇത്? എന്റെ സ്വന്തം ആദ്യത്തെ മോളാ. ആണോ? അപ്പനായിരിക്കുന്ന ആണല്ലേ? കേക്കുവാ. ആണല്ലേ? അമ്മച്ചിയുടെ ആദ്യത്തെ മകൾക്ക് അസുഖം വന്നെന്നൊക്കെ അറിഞ്ഞപ്പോ അമ്മച്ചിക്ക് എന്താ തോന്നിയത് പാച്ചി? ആണല്ലേ? വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഈ അസുഖം വന്നിട്ടുണ്ടോ? ക്യാൻസർ ബാധിതരായിട്ടുള്ള ഒരു രോഗികളുടെ കുടുംബത്തിൽ നിരവധി പ്രശ്നങ്ങളാണ്. കുട്ടികളുടെ പഠനം മുടങ്ങിപ്പോവും, ചിലപ്പോൾ 1-2 വർഷങ്ങൾ. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികളാണെങ്കിൽ പോലും ഇപ്പം ഈ മോള് +2 പഠിക്കുക, ചിലപ്പോൾ മോള് +2 10 പഠിക്കുന്നതെന്ന് ഒന്നും കുഞ്ഞിനെ തന്നെ മറന്നിട്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ വരുന്നതേ. ഈ വീട്ടിലെ അവസ്ഥകൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് കുറേയൊക്കെ അങ്ങനെയാണ്. കൊച്ചു കച്ചവടമുണ്ട്. എങ്ങനെയാ ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് നേരിട്ടതെന്ന് പറയാമോ? വെച്ചാൽ ഞാൻ പെട്ടെന്നാണ് നമുക്കിങ്ങനൊരു സംഭവം വരുന്നത്. കാര്യം എനിക്ക് അവളെ കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പോലും ഒരു സമയമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്ത്. അതായത് ഇവക്ക് ഇങ്ങനെ തടിപ്പുണ്ട്, അവൾ എന്നെ കൊണ്ട് ഈ ബ്രസ്റ്റിന് തൊട്ട് മേളിലായിട്ടായിരുന്നു തടിപ്പ്. അപ്പോൾ അതിങ്ങനെ ഒരു കടലക്കട വരും, അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ തൊടിയിപ്പിച്ച് ഞാനത് വളരെ ഈസി ആയിട്ട് അത് കുഴപ്പമില്ലടി, അതൊന്നും പ്രശ്നമില്ല. അത് എനിക്കപ്പോൾ എന്തുമാത്രം മുഴയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവളെ ഇങ്ങനെ കാണിക്കും. എനിക്കിവിടെ മൊത്തം മുഴയാണ്, എൻ്റെ ശരീരത്തിൽ ഇവിടെ എല്ലായിടത്തും മുഴയുണ്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും കുളിച്ചോണ്ടിരുന്ന സമയത്ത് ഒന്നുകൂടെ അവള് പറഞ്ഞ്, ഞാൻ എന്നിട്ടും കാര്യമാക്കിയില്ലെന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞാൽ തന്നെ ഇവള് അനിയത്തെ വിളിച്ചു. അനിയത്തി നേഴ്സാണ്. അപ്പം അവളോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ കൊച്ചപ്പം. അപ്പം ചേട്ടനെ കാണിച്ചു എന്ന് ചോദിച്ചു. നമ്മൾ ചേട്ടനെ കാണിച്ചു. ചേട്ടൻ അത് വേറെ ഈസി ആയിട്ട് അത് കണ്ട് അത് കുഴപ്പമില്ലടി എന്ന് പറഞ്ഞു. ഏതായാലും ചേച്ചി ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ ചുമ്മാ വന്ന് ഡോക്ടറിനെ കൊണ്ടുവന്ന് നോക്കിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. ഇതുപോലെ ഞങ്ങളൊരു പ്രാവശ്യം എനിക്ക് കൊളസ്ട്രോളിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതുണ്ട്. അപ്പം ഞാനത് ഒരു പ്രാവശ്യം കാണിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഇവള് ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഡോക്ടറിലേക്ക് ചെന്ന് അത് കാണിച്ചു. അവരും വലിയ വിഷയമില്ലെന്ന് പറഞ്ഞ് അവരും വിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ അവള് ചോദിച്ചു, അനിയത്തി ചോദിച്ചു, ചേച്ചി ചെയ്തായിരുന്നോ, നോക്കിയായിരുന്നോ? അപ്പം ഇവള് പറഞ്ഞു, അത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല ചേച്ചി, അത് നോക്കണം എന്ന് അവൾ തീർത്ത് പറഞ്ഞു. അവള് നേഴ്സാണ്, അവള് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവള് നോക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ആ വിവരം അറിയുന്നത്. അതിനുശേഷമാണ് ആ വിവരം അറിയുന്നത്. കാരണം അവിടെ ചെന്ന് അവിടെ നോക്കി അറിഞ്ഞത് ഏത് വർഷമാണ്, ഏത് മാസം ഓർക്കുന്നുണ്ടോ? അറിഞ്ഞത് 2022 11-ാം മാസമാണ്. ആ സമയത്ത് പോകുന്നത് കൊച്ചുമായിട്ടാണ് പോകുന്നത്. കൊച്ചിനെ ഇവളെയും വിളിച്ചു ഇവളോട് ചോദിച്ചു, ഭർത്താവ് ചോദിച്ചു. ഞാൻ ഭർത്താവ് വരാൻ പറ്റില്ല, മകളെ വിട്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാ ഡോക്ടറിന്റെ പേര് ജോർജ് മാത്യു സാർ. ജോർജ് മാത്യു സാറ് പറഞ്ഞ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ്, 20 ദിവസം കൊണ്ട് കഴിഞ്ഞത്, ബയോപ്സിക്ക് വിട്ടാണ് കഴിഞ്ഞ് കുത്തി ഇത് ചെയ്തിട്ട്, തനിക്ക് അസുഖം എന്താണെന്ന് അറിയോ, തനിക്ക് ക്യാൻസർ ആണ്. വെട്ടി തുറന്നാ പറയുന്നത്. ഞാൻ വല്ലാണ്ട് താർന്നു പോയാലേ ഇവിടെ എന്ന് പറഞ്ഞ ഞാനെന്നാ വളരെ ഈസി ആയിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ താർന്നു പോയത്. അതിനുശേഷം ഇവള് കൊച്ചെന്നെ വിളിച്ച് പറയുന്നു. അവിടെ വെച്ച് ആ സ്പോട്ടിൽ വെച്ച് എന്നെ കൊച്ചനെ വിളിച്ചു പറഞ്ഞു, അച്ചാച്ചൻ അറിയോ അമ്മയ്ക്ക് എന്നാന്ന്. പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു കാര്യം പറയുന്നത്, ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത, രോഗിക്ക് വളരെ വിൽപ്പവറാ, പക്ഷെ രോഗിയുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാം ഇതുപോലത്തെ കൂട്ടക്കരച്ചിലാരാ. എനിക്ക് തോന്നുന്നു കൊച്ചുമോൻ എന്നാണ് വിളിക്കുന്നത്, മാർട്ടിൻ. കൊച്ചുമോന്റെ സഹോദരനും അല്ലെങ്കിൽ അവരുടെ കുടുംബം മുഴുവനും ഈ അമ്മയും മക്കളും എല്ലാം തന്നെ അവരെല്ലാവരും തന്നെ സങ്കടത്തിലാണ്.
ഒരു മരണ വീട്ടിൽ എന്ന പോലെ ഒരു സങ്കടത്തിലാണ്. പക്ഷെ രോഗി ഭയങ്കരം സ്റ്റേണാണ്. നമ്മുടെ ചാർജസ് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അവിടെയുള്ള രോഗികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല തോന്നൽ മിഴിലുകൾ വരുന്നത്. പിന്നെ മനസ്സിൻ്റെ ഒരു ധൈര്യവും എല്ലാവരും പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം നല്ല നോർമൽ ലെവലിൽ ഞാൻ വരും. മറവിയൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നു, ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. ചെറിയ ക്ഷീണവും തളർച്ചയുണ്ട്. അത് ഡോക്ടർ പറഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പോയി വീഴാതെ പോയി കടന്നോണം. അടുത്ത ചെക്കപ്പ് എന്നാ? ജനുവരി 22. ഇപ്പൊ ലൂർദ് മാതാ കയറി വരുവോ? തീർച്ചയായിട്ടും ഞങ്ങൾ വരും. ആൻസമ്മയുടെ രോഗം എന്നുള്ളത് ഒത്തിരി സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ്. അതല്ലാതെ നമുക്ക് ഈ കഴിഞ്ഞ 2022 നവംബർ മുതൽ 2024 നവംബർ വരെയുള്ള ഈ സമയത്തിനിടയിൽ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തിയ എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഉണ്ടാ. ഞാൻ അവിടെ വന്നപ്പോൾ ലൂർദ് മാതാ സെന്റർ വന്നപ്പോഴത്തേനും കൊച്ചു പിള്ളേർ 11, 12, 13, 14 ഒരു ആങ്കൊച്ചിന്റെ കാല് മുറിച്ച് അതെനിക്ക് ഒത്തിരി വേദന വന്നായിരുന്നു. അതാണ് എനിക്ക് എൻ്റെ അസുഖമല്ലേ എനിക്ക് വലുത്. ആ പിന്നെ ഒരു പെൺകുഞ്ഞൊരു പിന്നെ ക്യാൻസറുടെ ഒരു 13 വയസ്സുള്ള 14 വയസ്സുള്ള പെൺകൊച്ചു, അതൊക്കെയാണ് എനിക്ക് വിഷമം വന്നത്. അല്ലാതെ എൻ്റെ അസുഖം എനിക്ക് വലുതായിട്ട് മറ്റേ കൊച്ചു കുഞ്ഞുങ്ങൾ, പിന്നെ ഒരു കൊച്ചു 2.5 വയസ്സുള്ള കുഞ്ഞ് വന്നില്ലേ അച്ഛാ, ആരുടെ മകനായിരുന്നു ആണെന്ന് തോന്നുന്നു, കൊച്ചു കുഞ്ഞു. അവരെ കണ്ടപ്പോൾ എൻ്റെ രോഗം ഒന്നും അല്ല. അവർക്ക് വേണ്ടി ഞാൻ കൊന്തയ്ക്ക് വരുമ്പോൾ കർണക്കൊന്തയ്ക്ക് വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സത്യമായിരുന്നു. എനിക്ക് അത് ഓർക്കുമ്പോൾ സങ്കടമാണ്. എൻ്റെ അസുഖം എനിക്ക് പ്രാധാന്യമില്ല. പക്ഷെ അവരെ ഓർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട്. കാരണം ഞാൻ ഇത്രയും ജീവിച്ച കുഞ്ഞുങ്ങളുടെ അവസ്ഥ